സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരാഴ്ചയായല്ലേ കണ്ടിട്ട്. ഞാനിപ്പോൾ വീക്കിലി മാത്രമേ വീഡിയോസ് ഇടാറുള്ളൂ. എന്നാലും കഴിഞ്ഞ വീഡിയോസിൽ എനിക്ക് നല്ല വ്യൂസ് ഒക്കെ തന്ന് നിങ്ങളെല്ലാം നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. അതിലെനിക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. എൻ്റെ നെല്ലിക്ക പുളിശ്ശേരി, കാരണം എനിക്ക് വ്യൂസൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ മുതൽ എനിക്ക് നന്നായിട്ട് വ്യൂസൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളെ ഒരു സപ്പോർട്ടാണ്. അതിന് ഞാൻ നിങ്ങളോട് ഒരുപാട് നന്ദി പറയാണ്. ഇനി നമുക്ക് ക്രിസ്മസ് സ്പെഷ്യലാണ് ചെയ്യാനുള്ളത് അല്ലേ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ക്യാരറ്റ് കേക്കാണ്. ക്യാരറ്റ് ഡേറ്റ്സും വെച്ചിട്ടുള്ള ഒരു കേക്ക്. പിന്നെ നെക്സ്റ്റ് വീക്ക് നമുക്ക് നല്ലൊരു എഗ്ലെസ് പ്ലം കേക്കൊക്കെ ചെയ്യാം. അപ്പം ഈ വീക്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം. അതിനു മുന്നേ ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും നിങ്ങളെല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറും ക്യാരറ്റ് വെച്ചിട്ടും ഈ കേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഡേറ്റ്സ് ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ ആരും ഈ കേക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. വളരെ ഈസി ആയിട്ട് ക്യാരറ്റ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമേ തന്നെ ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ കേക്കിന് ആവശ്യം നമുക്ക് 2 ക്യാരറ്റ് മതി, ഇതിൽ കൂടുതലാവണ്ട. അപ്പോൾ ഇതിനെ ഞാൻ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞതാണ്, കഴുകി എടുത്ത് ഉണക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പീസാക്കിയിട്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എല്ലാം ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്ത് കളയും. അപ്പോൾ ഞാൻ ക്യാരറ്റ് ചെറുതായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ഇട്ട് കൊടുക്കണം. എനിക്ക് നല്ല മധുരമുള്ള ഡേറ്റ്സാണ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ഒരു 1/4 കപ്പോളൊക്കെ എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഷുഗറൊക്കെ കൂടുമ്പോൾ ഒരുപാട് മധുരമാവും. പിന്നെ അതിലേക്ക് നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കണം. കാഷ്യൂ അത് ഒന്ന് ചതച്ചതിന് ശേഷം അങ്ങ് ഇട്ട് കൊടുക്കുക. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ മാവും കൂടെ ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ബാറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ അടിയിൽ പോയി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൈദ മാവ് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി അതൊന്ന് മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ പ്ലം കേക്കിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഷുഗർ ഒന്ന് പാനിലിട്ടിട്ട് കുറച്ച് നേരം വെക്കുമ്പം തന്നെ അതിൻ്റെ ചൂട് കൊണ്ട് അതൊന്ന് ഉരുകി വന്നോളും. നമ്മളതിനെ ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചേക്കുക. വേറെ വെള്ളമൊന്നും അതിൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ആ ചൂടിൽ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക. ആ ചൂടിൽ നമ്മൾ ഷുഗർ നന്നായിട്ട് ഉരുകി വന്നോളൂ. അപ്പോൾ ഇപ്പോൾ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. പക്ഷേ ഈ കളറ് പോരാ, നമുക്ക് കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ആവശ്യം. കുറച്ചും കൂടി അലിയാനും ഉണ്ട്. ഇതൊന്ന് അലിഞ്ഞ് കറക്റ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കളറിലും ചേഞ്ച് വരുന്നതായിരിക്കും. കണ്ടോ, ഇപ്പം നമ്മൾ കളർ മാറി വരുന്നത് കണ്ടോ, കുറച്ചും കൂടെ ഡാർക്കായി. അധികം പുകച്ച് കളയരുത്, അപ്പോൾ കയ്പ്പ് രസം വരും. അപ്പോൾ ഇതിന് ഒരു എന്താ പറയുക, ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ഇപ്പം നമ്മൾ കളറ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതിന് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കുക. എന്നിട്ട് കുറച്ചും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക, ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ പാകത്തിനായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുകിക്കോളും. നമ്മൾ തണിഞ്ഞാൽ മാത്രമേ ഇത് എടുക്കൂ, അപ്പോഴത്തേക്ക് പാകത്തിനുള്ള കുറുക്കാവും. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്തിട്ട് ഇനി നമ്മൾ ബാറ്റർ എടുക്കുന്ന സമയത്ത് മാത്രമേ ഇത് ആവശ്യമുള്ളൂ. നെക്സ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുക്കുന്നത്. കാരണം നമ്മൾ ഡേറ്റ്സൊക്കെ ഒരുപാട് മധുരം ഉള്ളതാണ്. നിങ്ങൾക്ക് മധുരം കുറഞ്ഞ ഡേറ്റ്സാണ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തോളൂ. പിന്നെ അതിലേക്ക് സിനമൺ ഇട്ട് കൊടുക്കുക, അതായത് പട്ട. അത് നിങ്ങൾക്ക് പൊടിയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെക്കാം. അതായത് മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറും സോൾട്ടും. ഞാനിവിടെ 1 കപ്പ് മൈദ എടുക്കുന്നത്. അതിനായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് നമുക്ക് ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും ചെറിയ മൈദയിലൊക്കെ ചെറിയ ചെറിയ കരളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കട്ട കിട്ടിയതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒരു തവണ നമ്മളൊന്ന് അരിച്ചെടുക്കുക. 3 തവണയൊന്നും അരിക്കണ്ട, ഇതിലേക്ക് 1 തവണ അരിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് അരിച്ചതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള
പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് ചെയ്യാം. ആദ്യം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം മഞ്ഞ നിറം ഉണ്ടാവേ, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലൈറ്റ് കളർ ആകുമ്പോൾ നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മളെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളെ കേക്കിന് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് മുട്ടേൻ്റെ മണമൊന്നും അതിൽ കിട്ടില്ല. നെക്സ്റ്റ് അതിന് ശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പ്. അത് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ തന്നെ നമ്മളെ മിക്സിൻ്റെ കളർ നല്ല ചേഞ്ച് വരും. നമ്മൾ കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1/2 മുതൽ 3/4 കപ്പ്, കാരണം നമ്മൾ ബട്ടറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ 3/4 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെ ബാറ്റർ എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ, അതായത് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഉള്ളത് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മെല്ലെ മെല്ലെ മിക്സ് ചെയ്യുക. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ, അതായത് മരത്തവി തന്നെ എടുക്കാം. വേറെ സ്പാച്ചില വേറെ ഉള്ളതൊന്നും എടുക്കണമെന്നൊന്നുമില്ല. നമ്മളെടുക്കുക എന്താണോ ഉള്ളത് അത് എടുത്തിട്ട് നമുക്ക് ഒരു സ്പൂൺ ആയാലും കുഴപ്പമില്ല. നമ്മൾ നല്ല ശക്തിയായിട്ട് ഇളക്കിയെടുക്കേണ്ട, സ്ലോലി ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ടൊക്കെ മൈദ ഇട്ട് കൊടുക്കുക, ഒന്നിച്ച് ഒരുപാട് ഇടുന്നതിന് പകരം. അങ്ങനെ നമ്മൾ അതിലേക്ക് ബാക്കിയുള്ള എടുത്തു വെച്ച ക്യാരറ്റും അതായത് നട്ട്സ് ഡേറ്റ്സൊക്കെ ഉള്ളത് എടുത്തിട്ട് മെല്ലനെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പ്ലം കേക്കിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ നമ്മൾ ബാറ്റർ കുറച്ചൊന്ന് തിക്കായി വരും. അപ്പോൾ അതാണ് ഈ കേക്കിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ബാറ്റർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഒരു എണ്ണ തൂവിയിട്ടുള്ള, അതായത് നെയ്യോ ബട്ടറോ എന്തെങ്കിലും തൂവിയിട്ടുള്ള ഒരു പാനിലേക്ക് നമ്മളിത് ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അലൂമിനിയത്തിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിലാണ് കേക്ക് ചെയ്തെടുക്കുക, കാരണം ഇതാണ് നല്ല ഏലിന് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും എടുക്കുന്നത്. നിങ്ങൾക്ക് പാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കൊടുക്കുക, കാരണം ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോളും. പിന്നെ അതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരു 3-4 പ്രാവശ്യം. ഇനി ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു ബിരിയാണി ചെമ്പുണ്ട്. ഞാനതിന് കേക്ക് ഉണ്ടാക്കാൻ എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു റിങ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു മൂടിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ഈവനായിട്ട് എല്ലാ ഭാഗത്തും ചൂട് തട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രം ഇറക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ വേഗം തന്നെ കരിഞ്ഞു പോവും, ഉള്ളാവുകയില്ല. ഒരു 1 ഹവറിന് ശേഷം ഞാൻ തുറന്നു നോക്കി. അപ്പോൾ കേക്കൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. ടൂത്ത് പിക്കിനെ കൊണ്ടൊക്കെ കുത്തി നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നുമില്ല, നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഞാൻ കുറച്ച് മുമ്പേ ഒരു സ്ക്വയറിനെ കൊണ്ട് കുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ കല വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങ് പോന്നു, ആ പീസ് അവിടെ നിന്ന് ഇളകി പോന്നു. അതുകൊണ്ട് അങ്ങനെ വന്നത്. വളരെ സോഫ്റ്റ് കേക്കാണ്. നമ്മൾ വളരെ സോഫ്റ്റ് എന്നാണ്, വളരെ സോഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അടിയൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ പേപ്പറൊക്കെ അവിടെ തന്നെ ഉണ്ട്. അത്രയും സോഫ്റ്റായിട്ട് അതിങ്ങനെ ഊരിപ്പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം വെട്ടിയിട്ട്, അതായത് 2 പീസൊന്നും ആക്കുന്നില്ല കേക്കിന്. അതിന് പകരം ഫ്രണ്ടിൽ മാത്രം ഒന്ന് കുറച്ച് എന്താ പറയുക, ഞാൻ കുത്തിയപ്പോൾ ഇളകിപ്പോയിട്ടുള്ള ആ പാർട്സ് ഉണ്ടല്ലോ, അത് അവിടെ നിന്ന് ചെത്തിയെടുത്തിട്ട് കുറച്ച് നമ്മൾ വിപ്പിംഗ് ക്രീം അടിച്ചിട്ട് ക്രീം തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം. അല്ലാണ്ട് കേക്ക് റെഡിയാണ്. ഇപ്പം നിങ്ങൾക്ക് മുറിച്ച് കഴിക്കാനുള്ള പരുവത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി എടുക്കുക, അതായത് നമുക്ക് തംബ്നെയിലൊക്കെ എടുക്കാൻ കുറച്ചും കൂടി ഒന്ന് അതിനെ ഭംഗിയാക്കി എടുക്കാൻ ഞാൻ ഒന്ന് ക്രീം തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്രീമിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ഇത്ര മാത്രം. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം വെട്ടിക്കൊടുക്കുക, എന്നിട്ട് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ക്രീമൊക്കെ എങ്ങനെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നതെന്നുള്ളത് മുന്നത്തെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ക്രീം തേക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു ചെറിയ ക്യാരറ്റിൻ്റെ മോഡലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും വെച്ചിട്ട് ഒന്ന് ബ്യൂട്ടിഫുള്ളാക്കി എടുക്കുന്നുണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ കേക്ക്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തും കൂടെ കാണിക്കുന്നതാണ്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, കേക്ക് അത്രയും സോഫ്റ്റാണ്. കത്തി വെക്കുമ്പോൾ തന്നെ അങ്ങ് മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
വളരെ ടേസ്റ്റിയാണ്. പ്ലം കേക്ക് പോലെ തന്നെ ക്രിസ്മസ് ടൈമിൽ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ്. ഷുഗർ നമ്മൾ ഡേറ്റ്സ് എല്ലാം ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഷുഗറിൻ്റെ അളവ് കുറച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്ക് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ചെയ്ത് നോക്കണം. ക്രീമൊന്നും വെച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. അത് പ്ലെയിൻ ആയിട്ട് തന്നെ നമുക്ക് മുറിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പിന്നെ അതൊരു എന്താ വെച്ചാൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫോട്ടോ തമ്മിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് ആ ക്രീം വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് നിങ്ങൾക്കത് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലേക്ക് കൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.